ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായതോടെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ബിജെപിക്ക് പ്രതീക്ഷ കൂടുകയാണ്. ദേശീയ തലത്തിൽ ബിജെപി വൻ മുന്നേറ്റം നടത്തുമെന്ന് പ്രവചിക്കുന്ന ഫലങ്ങളിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന സൂചനയും നൽകുന്നുണ്ട്. ബിജെപി വലിയ പ്രതീക്ഷയോടെ ദക്ഷിണേന്ത്യയിൽ പ്രത്യേക ഊന്നൽ നൽകി പ്രവർത്തിച്ച തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. കേരളത്തിൽ ബിജെപിക്ക് വേണ്ടത്ര പ്രാധാന്യം മുൻപ് ലഭിച്ചിരുന്നില്ല എങ്കിൽ പോലും ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. 2 കേന്ദ്രമന്ത്രിമാരെ ബിജെപി ഇറക്കിയത് കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരനുമാണ് ബിജെപിക്ക് വേണ്ടി മത്സരിച്ചത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും തൃശൂരിൽ സുരേഷ് ഗോപിയും ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി ഇപ്പോൾ. ABP ന്യൂസ്, ടൈംസ് നൗ, ആക്സിസ് മൈ ഇന്ത്യ തുടങ്ങി നിരവധി എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് സുരേഷ് ഗോപി തന്നെ തൃശൂരിൽ ജയിക്കുമെന്നാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബിജെപിക്ക് വേണ്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു. ഇത്തവണ വീണ്ടും ഇറങ്ങിയത് ജയിക്കാൻ വേണ്ടി എന്നായിരുന്നു ബിജെപിയുടെ പ്രചാരണം. CPI നേതാവായ VS സുനിൽകുമാർ LDFിനു വേണ്ടിയും K മുരളീധരൻ UDFിനു വേണ്ടിയും കളത്തിലിറങ്ങിയ തൃശൂർ കേരളത്തിൽ ഇത്തവണ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ജയം ആർക്കൊപ്പം എന്നത് പ്രവചനാതീതമാണ്. LDFിനെയും UDFിനെയും പിന്തള്ളി BJP വരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുമ്പോൾ BJP ക്യാമ്പിൽ ആത്മവിശ്വാസം നിറയുകയാണ്. ജൂൺ 4 ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ ഫലം സത്യമാണോ എന്നറിയാം. എത്ര മണ്ഡലങ്ങൾ BJPക്ക് നേടാനാകും? സുരേഷ് ഗോപി ആണോ കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യ MP തുടങ്ങിയുള്ള കാര്യങ്ങളിലും വ്യക്തത വരുന്നതാണ്. നടൻ, രാഷ്ട്രീയക്കാരൻ, ഗായകൻ, ടെലിവിഷൻ അവതാരങ്ങൾ തുടങ്ങിയ മേഖലകളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു സുരേഷ് ഗോപി എന്ന നേതാവ്. 2016 ഏപ്രിലിൽ രാജ്യസഭാ അംഗമായ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തൃശൂരിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പദ്ധതിയിലുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 2016 ഒക്ടോബറിലാണ് സുരേഷ് ഗോപി ഔദ്യോഗികമായി BJP അംഗത്വമെടുത്തത്. തൃശൂർ ഞാനിങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ 2019 തിരഞ്ഞെടുപ്പ് കാലത്ത് തരംഗമായിരുന്നു. ഇത്തവണ കേരളത്തിൽ BJPക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നത്. ABP, ഇന്ത്യ ടുഡേ, ടൈംസ് നൗ, ജൻ കി ബാത്, ഇന്ത്യ TV എന്നിവർ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളിലാണ് BJP അക്കൗണ്ട് തുറക്കുമെന്ന് വ്യക്തമാക്കുന്നത്. എക്സിറ്റ് പോൾ പൂർണ്ണമായും ശരിയാകണമെന്നില്ല. പലപ്പോഴും ഔദ്യോഗിക കണക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചരിത്രവും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ വലിയൊരു മോദി തരംഗം ഉണ്ടായതുകൊണ്ട് തന്നെ കേരളത്തിലെ BJPയുടെ പ്രതിച്ഛായയെ തന്നെ മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നേതൃത്വത്തിന് സാധിച്ചതുകൊണ്ടും വിധി തങ്ങൾക്ക് അനുകൂലം എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. BJPയുടേത് തീർത്തും തന്ത്രപരമായ നീക്കമാണെന്നുള്ളത് ഓരോ ചുവടുവയ്പ്പുകളിലും തെളിഞ്ഞു കണ്ടതാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതു മുതൽ BJPയുടെ ഗ്രാഫ് മുകളിലേക്ക് തന്നെയായിരുന്നു. BJPക്ക് വേരോട്ടം ഉണ്ടാക്കാനാകുമോ എന്ന് സംശയിച്ചിരുന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സ്വാധീനം ചെലുത്താൻ BJPക്ക് കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം തന്നെയാണ്. കാരണം കേരളത്തിലെ BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് പ്രചാരണം നടത്തിയത് ജനങ്ങളെ സ്വാധീനിക്കാൻ ഏറെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിരവധി കാരണങ്ങളാൽ ഏറെ നിർണായകമാണ്. അത് കേവലം ഒരു മുന്നണിക്ക് മാത്രമല്ല, എല്ലാ തലത്തിലും ഏറെ പ്രസക്തമായ ഒരു തിരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ട് തന്നെ വിധിയും ഏറെ പ്രസക്തമാണ്. 3ാം തവണയും BJPക്ക് അധികാരം ഉറപ്പിക്കാനായാൽ അത് ഇന്ത്യയിൽ മറ്റ് പാർട്ടികൾക്ക് പൊരുതി തോൽപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ BJP വളർന്നു കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണ്.